അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പുത്തൻ വീട് തറവാട്ടിൽ എല്ലാവരും ഷവ്വാൽ മാസപ്പിറവി കാണുവാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ആയിഷുമ്മ മഗ്‌രിബ് നമസ്കാരവും ഖുർആൻ പാരായണവും എല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. മോനെ, ഉമ്മ ഇതുവരെ കണ്ടിട്ടില്ല. പഠിച്ചോനെ, ഏതായാലും 29 നോറ്റിയില്ലേ, ഒന്നും കൂടി കിട്ടിയ റാഹത്തായി അല്ലേ, 30 അങ്ങോട്ട് ആയി കിട്ടിയ സമാധാനമായി. എന്നാൽ ഈ സമയം ഐഷുമ്മയുടെ തൊട്ടടുത്തായിട്ട് ഇരിക്കുകയാണ് സത്താറിൻ്റെ ഭാര്യയും മക്കളും. എന്നാൽ ആ ദിവസം, അതായത് റമദാൻ 29 സൗദിയുടെ പിതാവിന് അല്പം അസുഖം ഭേദമുള്ളത് കൊണ്ട് തന്നെ ഐഷുമ്മ പറഞ്ഞു, ഡിസ്ചാർജ് ചെയ്ത് അവരിങ്ങോട്ട് പോന്നോട്ടെ, അതായിരിക്കും നല്ലത്. എന്നാൽ ഷമ്മാസിനും അത് വല്ലാത്തൊരു സന്തോഷമായി, സൗദക്കും. എന്നാൽ സത്താറിൻ്റെ ഭാര്യയ്ക്ക് മാത്രം ടെൻഷൻ. എങ്കിലും ഷമ്മാസ് നേരെ സ്റ്റേഷനിലേക്ക് ചെന്ന് കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഞങ്ങളുടെ പ്രധാനപ്പെട്ട ദിവസമായ പെരുന്നാൾ ദിവസം തെറ്റെന്താണ്, തെറ്റുണ്ടോ ഇല്ലേ എന്നൊന്നും അറിയാതെ ഒരിക്കൽ പോലും അവരെ ശിക്ഷിക്കരുത്, 2 ദിവസം ഒഴിവ് കൊടുക്കണം എന്ന് ഷമ്മാസ് പോലീസിനോട് പറഞ്ഞ സ്ഥിതിക്ക് ഷമ്മാസിനെ പരിചയമുള്ള പോലീസ് അത് അംഗീകരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ സത്താറിനെ പെരുന്നാൾ കഴിഞ്ഞിട്ട് സ്റ്റേഷനിൽ ഹാജരാവാൻ ചെല്ലാം എന്നുള്ള കാര്യവും തീരുമാനിക്കുകയായിരുന്നു. അന്ന് സന്തോഷത്തോടെ അവർ നേരെ തൻ്റെ ഭാര്യയുടെയും മക്കളുടെയും അരികിലെത്തി പുത്തൻ വീട് തറവാട്ടിലേക്ക്. ശരിക്കും ഐഷുമ്മാക്കത് വല്ലാത്തൊരു സന്തോഷമായി. റബ്ബേ, ഒരിക്കൽ പോലും പെരുന്നാളിന് ആരും വിഷമം അനുഭവിക്കുന്നവരുണ്ടാവരുത്, എല്ലാവരും നല്ല സന്തോഷവാന്മാരായിരിക്കണം. ഐഷുമ്മയുടെ ആഗ്രഹം പോലെ തന്നെ സത്താറിനെ പോലീസ് വിട്ടയക്കുകയായിരുന്നു. ജാമ്യം നൽകാൻ ഷമ്മാസ് ഇറങ്ങി. എന്നാൽ ശരിക്കും പുത്തൻ വീട് തറവാട്ടുകാരുടെ ആ ഒരു പ്രവൃത്തികൾ കണ്ടപ്പോൾ ശരിക്കും സത്താറിൻ്റെ കണ്ണുകൾ നിറഞ്ഞുപോയി. ഷമ്മാസ്, ഞാൻ നിങ്ങളോട് എങ്ങനെ പറയണമെന്ന് എനിക്കറിയുന്നില്ല. അത് എൻ്റെ മക്കളോടൊപ്പമുള്ള ആ ഒരു പെരുന്നാൾ, അതെനിക്ക് സാരല്ല. എന്നാൽ അപ്പോൾ തന്നെ ഷമ്മാസ് സത്താറിനെ പുത്തൻ വീട് തറവാട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വരികയായിരുന്നു. എന്നാൽ ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉപ്പയെ കണ്ട ആ മക്കളും ആ ഉമ്മയും അവർ ശരിക്കും സത്താറിനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. ഇക്ക, എന്തായാലും ഈ പെരുന്നാളിന് ഞങ്ങളെ കൂടെ. എന്നാൽ ഈ സമയം ഐഷുമ്മക്കും അത് കണ്ടപ്പോൾ വല്ലാത്ത സന്തോഷമാവുകയാണ്. ഐഷുമ്മ പറയുകയാണ്, പൊന്നു മക്കളെ, ഇന്ന് എല്ലാവരും ഇവിടെ അങ്ങോട്ട് കൂടാ, ഈ പെരുന്നാൾ നമുക്ക് ഇവിടെ അങ്ങോട്ട് ആക്കാം, എന്തായാലും നോക്കുക. പക്ഷേ അതുവരേക്കും മാസം കാണുവാൻ വേണ്ടി അവർ കാത്തിരിക്കുകയാണ്. ഐഷുമ്മ ദിക്റുകളും സ്വലാത്തുകളും ചൊല്ലിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. എന്നാൽ പെട്ടെന്ന് കേരളത്തിൽ നാളെ ചെറിയ പെരുന്നാൾ, ഷവ്വൽ മാസപ്പിറവി കണ്ടു എന്ന് പറഞ്ഞുകൊണ്ട് ന്യൂസ് വരുന്നു. ശരിക്കും ഷമ്മാസ് ഉമ്മയെ വിളിച്ചു. ഉമ്മ, മോനെ എന്തായടാ? ഉമ്മ, അതെ, നാളെ പെരുന്നാൾ കേട്ടോ, നമുക്ക് 29 നോമ്പാണ് അല്ലേ കിട്ടിയത്, നാളെ പെരുന്നാൾ. എന്നാൽ അത് കേട്ട ഐഷുമ്മ ഒരു നിമിഷം പൊട്ടിക്കരയുകയായിരുന്നു. വിതുമ്പിപ്പോയി ഐഷുമ്മ. മോനെ, എന്തോ ഉമ്മ, പെരുന്നാളായാലും സന്തോഷിക്കല്ലേ വേണ്ടത്? മോനെ, എടാ, പെരുന്നാളായി സന്തോഷിക്കരുന്ന് വേണ്ടത്, പക്ഷേ റമളാൻ അങ്ങോട്ട് പിരിഞ്ഞു പോയപ്പോൾ പൊന്നു മോനെ, എൻ്റെ നെഞ്ച് പൊട്ടിപ്പോയടാ. അല്ലാ, സത്യമായിട്ടും പെട്ടെന്ന് അങ്ങ് പിടിച്ചു പറിച്ച് കൊണ്ടുപോയ പോലെ തോന്നി മോനെ. സത്യമായിട്ടും എനിക്ക് നാളെ കൂടെ നോമ്പുണ്ടാവും എന്നുള്ള രീതിയിൽ ഇങ്ങനെ നിൽക്കുകയായിരുന്നു. പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളിലൊക്കെ വെള്ളിയാഴ്ച ആണ് എന്നുകൊണ്ട് നമുക്കങ്ങനെ പതിവില്ലല്ലോ. ഗൾഫ് രാജ്യങ്ങളുടെ കൂടെ നമ്മൾ പെരുന്നാൾ അധികം ഉണ്ടാവാറില്ലല്ലോ, പിറ്റേ ദിവസമല്ലേ എന്ന് കരുതി മോനെ ഞാൻ ഒരു നോമ്പും കൂടെ കിട്ടുമല്ലോ എന്ന് വിചാരിച്ചു. പക്ഷെ പെട്ടെന്ന് ഹൃദയം പൊട്ടിപ്പോയി മോനെ. ഉമ്മ, അതെ, തഖ്വയുള്ളവരുടെ അടയാളമാണ് ഉമ്മ. ഉമ്മയുടെ റമളാനിലെ നോമ്പുകളെല്ലാം പടച്ച റബ്ബ് സ്വീകരിച്ചെന്നതിൻ്റെ അടയാളമായിരിക്കും അത് മോനെ. അറിയില്ലടാ, എന്നാലും റമളാൻ അങ്ങ് പോയപ്പോഴേ എന്തോ ഒരു വല്ലാത്തൊരു ഒഴിഞ്ഞങ്ങ് പോയതുപോലെ പെട്ടെന്ന് പിരിഞ്ഞു പോയപ്പോൾ മനസ്സിനോട് നെഞ്ച് വേദനിക്കുകയാണ് മോനെ. ഉമ്മ, നിങ്ങൾക്കറിയില്ലേ, ഉമ്മയുടെ ഒരു കണ്ണുനീര് തന്നെ പോരെ,
അതെ, ഉമ്മയുടെ റമദാൻ വളരെയധികം നല്ലതായിരുന്നു എന്നുള്ളത് എൻ്റെ ഉമ്മ കുറേ ആളുകൾക്ക് സ്വതയ്ക്കും കാര്യങ്ങളും ചെയ്യണതല്ലേ. ഇപ്പോൾ കണ്ടില്ലേ, ഇതാ എത്ര 2 കൂട്ടരാണ് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത്. മോനെ, അതൊക്കെ വേണമല്ലോ, അതൊക്കെ ഉമ്മാൻ്റെ സന്തോഷമല്ലേ മോനെ. ഏതായാലും വീടില്ലാത്തവർക്കൊക്കെ വേഗം വീടൊക്കെ ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ. എന്നാൽ അതാ ഐഷുമ്മ വിതുമ്പി കരയുകയാണ് അപ്പോഴും. പൊന്നു മോനെ, ഉമ്മ ഇനി കരയില്ലേ, മതി. ഇനിയിപ്പോൾ നമ്മൾ ഷവ്വാലിലേക്ക് പ്രവേശിച്ചു, റമദാൻ അകന്നു പോയി. പൊന്നു മോനെ, എന്നാലും റഹ്മത്തിൻ്റെ വാതിലുകളൊക്കെ തുറന്നു കിടക്കുകയായിരുന്നല്ലോ. അതെ, ഈ ബിലീസുകളെയും പിശാച്ചുകളെയൊക്കെ ചങ്ങല കിട്ടതായിരുന്നു. ഇപ്പം അവരെയൊക്കെ അഴിച്ചു വിട്ടു അല്ലേ, റഹ്മത്തിൻ്റെ വാതിലടച്ചു. മോനെ, നമ്മളൊന്ന് പറഞ്ഞാൽ, ഒരു നന്മ പറഞ്ഞാൽ അതിന് 70 ഇരട്ടി പ്രതിഫലം. പക്ഷേ ഇന്ന് മുതൽ അതില്ലല്ലോ മോനെ. ഒരു പ്രതിഫലമല്ലേ നമുക്ക് കിട്ടുള്ളൂ. അതെ, ഒരു പ്രാവശ്യം ഖുർആൻ പാരായണം ചെയ്ത് കഴിഞ്ഞാൽ 70 വട്ടം. മോനെ, അതൊക്കെ പോവില്ലടാ. ഉമ്മ, നിങ്ങൾ എന്തിനാ ഇങ്ങനെ കരയുന്നത്? എന്ത് ഇത്രമാത്രം കരയുന്നത് ഉമ്മ? റമദാൻ ഇനിയും വരൂലോ ഉമ്മ. മോനെ, എനിക്ക് തോന്നാണ് ഇതൊരു പക്ഷേ എൻ്റെ അവസാനത്തെ റമദാനാണെങ്കിലോ മോനെ. ഒരു പക്ഷേ ഉമ്മ അടുത്ത വർഷം ഖബറിലായിരിക്കും. ഖബറിലാണെങ്കിൽ എനിക്കിതുപോലുള്ള നന്മയൊന്നും ചെയ്യാൻ കഴിയില്ലല്ലോ പൊന്നു മോനെ. ഉമ്മ, ശരിക്കും ഷമ്മാസിൻ്റെ കണ്ണുകളും നിറഞ്ഞു പോയി. ഉമ്മ, നിങ്ങൾ അങ്ങനെയൊന്നും പറയില്ലേ. എൻ്റെ ഉമ്മാക്ക് ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യാൻ ഞാൻ എപ്പോഴും ദുആ ചെയ്യാറുണ്ട് ഉമ്മ, 5 വക്തിലും. എൻ്റെ ഉമ്മക്ക് അറിയല്ലേ മോനെ. അല്ലടാ, നമുക്ക് പോകണമല്ലോ. ഈ ദുനിയാവിലൊന്നും നിൽക്കാൻ പറ്റൂലല്ലോ. ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ പോവും. പക്ഷേ പൊന്നു മോനെ, ഞാൻ പറയാം, റമദാൻ മാസത്തിൽ ചെയ്യുന്ന ഇബാദത്തുകളും കാര്യങ്ങളും അതൊക്കെ ആ ഒരു പ്രതിഫലം പിന്നെ 11 മാസം കിട്ടൂലല്ലോ മോനെ. വല്ലാത്തൊരു സങ്കടം കേട്ടോ പോയിട്ട്. ശരിക്കും ആയിഷുമ്മ പൊട്ടിക്കരയുകയായിരുന്നു. ഷമ്മാസിനും അത് താങ്ങാൻ കഴിയുന്നില്ല. ഉമ്മ, എൻ്റെ ഉമ്മ ചെയ്ത നന്മകളൊക്കെ തന്നെ ഉമ്മക്ക് ഇഷ്ടം പോലെ ആഹൃതകളുള്ളതായിരിക്കണം. ഉമ്മ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട മോനെ. അതൊക്കെ പഠിച്ചോ നമുക്ക് തന്നതല്ലേ, കൊടുക്കാതിരിക്കാൻ പറ്റൂലല്ലോ. ശരിക്കും ആയിഷുമ്മ കരയുകയായിരുന്നു. ഉമ്മ മതി കരഞ്ഞത്. ഉമ്മ ഇതിലും വിചാരിച്ച പോലെ കാര്യങ്ങളൊക്കെ നടന്നല്ലോ. അതെ, സത്താർക്ക അവർ ഞാൻ 2 ദിവസത്തിന് ജാമ്യത്തിൽ ഇറക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ സൗദിയുടെ ഉപ്പയെ ഡിസ്ചാർജ് ചെയ്തിട്ടുണ്ട്. ഒക്കെ റാഹത്തായില്ലേ. അവരുടെ കുടുംബമൊക്കെ ഇപ്പോൾ അൽഹംദുലില്ലാ സന്തോഷത്തിലാണല്ലോ മോനെ. അതൊക്കെ ശരി തന്നെയാണ്. അതൊക്കെ എൻ്റെ കുട്ടി ചെയ്തിട്ടുണ്ട്. അള്ളാഹു എൻ്റെ കുട്ടിക്ക് ഹൈറും ബർക്കത്തും പ്രദാനം ചെയ്യട്ടെ. റമദാൻ പിരിഞ്ഞു പോയ സങ്കടം ഐഷുമ്മയുടെ മനസ്സിൽ നിന്നങ്ങ് പോകുന്നില്ല. അതെ, മനസ്സിൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു വിഷമം, വല്ലാത്ത സങ്കടം. റബ്ബേ, റമദാൻ അങ്ങ് പിരിഞ്ഞു പോയപ്പോൾ റബ്ബേ, എൻ്റെ ഹൃദയം പറിച്ചെടുത്ത് പോയ പോലെയാണ് എനിക്ക് തോന്നിയത്. അതെ, പെട്ടെന്ന് നമ്മിൽ നിന്നങ്ങ് ഒഴിവായി പോയ പോലെ, പിരിഞ്ഞു പോയ പോലെ. അതെ, റഹ്മത്തിൻ്റെ മാസം കടന്നു വന്നപ്പോൾ അത് വല്ലാത്തൊരു സന്തോഷമായിരുന്നു, ഐശ്വര്യമായിരുന്നു. പക്ഷേ പരിശുദ്ധമാക്കപ്പെട്ട റമദാൻ വിട പറഞ്ഞു പോയപ്പോൾ മനസ്സ് വല്ലാതിങ്ങ് വേദനിച്ചു. ഐഷുമ്മയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഷമ്മാസിനത് ശരിക്കും ബോധ്യമായി. അതെ, എൻ്റെ ഉമ്മ ഒത്തിരി സ്നേഹിച്ച മാസമായിരുന്നു റമദാന്. അതുകൊണ്ട് തന്നെ പിരിഞ്ഞു പോയപ്പോൾ പൊന്നു മോനെ, എൻ്റെ കുട്ടി പോകുന്ന പോലെ എനിക്ക് തോന്നിയത് സത്യമായിട്ടും. അതെ ഉമ്മ, റമദാൻ ഇനിയും വരും, ഉമ്മ വിഷമിക്കല്ലേ മോനെ. അന്നൊന്നും ഞാൻ ഉണ്ടാവില്ലടാ, അപ്പോഴത്തേനൊക്കെ ഞാൻ പോയിട്ടുണ്ടാവില്ലേ. അതെ, കുറേ കാലമായില്ലേ ബാപ്പ പോയിട്ട്. ഇനി ഞാനൊന്ന് പോട്ടെ ബാപ്പാൻ്റെ അടുത്തേക്ക് കേട്ടോ. കുറേ കാലമായില്ലേ പോയിട്ട്, ഒറ്റയ്ക്ക് അവിടെ കിടക്കല്ലേ. എന്നാലും അൽഹംദുലില്ലാ എൻ്റെ കുട്ടികൾക്ക് ഇതൊക്കെ ചെയ്യാനൊക്കെ എനിക്ക് കഴിഞ്ഞല്ലോ, വലിയ ഭാഗ്യം തന്നെ മോനെ. എല്ലാവരും നല്ല റാഹത്തോടു കൂടി കഴിയണം കേട്ടോ. എല്ലാവരും നല്ല സന്തോഷത്തോടു കൂടി കഴിയണം. അതേ അമ്മക്ക് ആഗ്രഹമുള്ളൂ. ഒരാളും ബുദ്ധിമുട്ടാൻ പാടില്ല. എന്തൊക്കെ തന്നെയാലും അതാ പുത്തൻ വീട് തറവാട്ടിൽ സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും നിമിഷങ്ങളായിരുന്നു. സത്താർ വന്നപ്പോൾ സത്താർ പറഞ്ഞു, എന്നാൽ നമുക്ക് വീട്ടിലേക്ക് പോകാം. എന്നാൽ ഐഷുമ്മ പറഞ്ഞു, പൊന്നു മക്കളെ, നിങ്ങൾ വീട്ടിലേക്ക് പോകണമെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. നിങ്ങൾക്ക് ഇന്ന് ഇവിടെ നിൽക്കാം. ഇൻഷാ അല്ലാഹ് മുകളിലൊക്കെ റൂം ഒഴിഞ്ഞ് കിടക്കുന്നുണ്ട്, നിങ്ങൾക്ക് അവിടെ കിടക്കാന്ന്. അതല്ല, ഇനി നിങ്ങൾക്ക് നിർബന്ധമാണ് എന്നുണ്ടെങ്കിൽ പോവുകയും ചെയ്യാം.
നിങ്ങൾ രണ്ടുപേരും പോയിക്കോളി, മക്കൾ ഇവിടെ നിൽക്കട്ടെ, എന്നിട്ട് രാവിലെ നേരത്തെ കാലത്ത് തന്നെ ഇങ്ങോട്ട് പോരി എല്ലാവരും കേട്ടോ. എന്നാൽ സത്താറിൻ്റെ മനസ്സിലും അതായിരുന്നു ആഗ്രഹം. സത്താർ ഐഷമ്മയോടൊക്കെ മാപ്പ് പറഞ്ഞു, ഐഷമ്മ എന്നോട് ക്ഷമിക്കണം കേട്ടോ, ഞാനൊരിക്കൽ പോലും അങ്ങനെയൊന്നും വിചാരിച്ചിട്ട് സാരല്ല, ഒക്കെ പടച്ച റബ്ബിനോട് നമ്മൾ ദുആ ചെയ്യുക. എന്നാൽ ആ രാത്രിക്ക് തന്നെ അതാ സത്താറും ഭാര്യയും അവിടെ നിന്ന് പോകുന്നു. മക്കള് മൂന്നാളും ഇവിടെ തന്നെയാണ് നിൽക്കുന്നത്. അത് ഐഷുമാക്കും വലിയൊരു സന്തോഷമായി. എന്നാൽ സൗദയുടെ പിതാവ് അത് അവിടെ താഴെയുള്ള റൂം തന്നെയാണ് അവർക്ക് വേണ്ടിയിട്ട് അവർ നൽകിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഭാര്യയും മക്കളും നല്ല സന്തോഷത്തിൽ തന്നെയായിരുന്നു അവിടെ. പഠിച്ചവനെ, എന്തായാലും ഇക്കാക്ക് മോളെ ഹഫ്സ, എന്തായാലും അത് ആ യുവാവ് ഉണ്ടായത് കൊണ്ട് രക്ഷപ്പെട്ടു, അല്ലാന്നുണ്ടെങ്കിൽ ഒരിക്കൽ പോലും സാരില്ലിക്ക, എന്നാലും പഠിച്ചവരല്ലേ വലുത്. എന്നാൽ ഈ സമയം അതാ സത്താറും ഭാര്യയും തനിച്ചവരുടെ വീട്ടിലേക്ക് പോയിരിക്കുകയാണ്. എന്നാൽ സത്താറ് ഭാര്യയെ കെട്ടിപ്പിടിച്ച് കരയുകയായിരുന്നു. എടി നീ എന്നോട് ക്ഷമിക്കണം, ഞാൻ നിന്നെ ഒരുപാട് പറ്റിച്ചു അല്ലേ ഇക്ക, നിങ്ങൾ പഴയതൊന്നും ഓർക്കണ്ടക്ക, അതൊക്കെ ഓർത്ത് കഴിഞ്ഞാൽ എടി ഞാൻ ഒരുപാട് തെറ്റ് കുറ്റം ചെയ്ത പാപിയാണ്. പക്ഷേ ഈ റമളാനായപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിനുള്ളിലേക്ക് വല്ലാത്തൊരവസ്ഥയായിരുന്നു കടന്നു വന്നിരുന്നത്. റബ്ബേ, ഞാൻ എന്തിനായി തെറ്റ് ചെയ്ത് ജീവിക്കുന്നത്? ഇന്നല്ലെങ്കിൽ നാളെ എനിക്ക് മരണപ്പെട്ടു പോകേണ്ടതല്ലേ? അതെ, അന്ന് ആ ഖബറിൽ ഞാൻ ഒറ്റക്കായിരിക്കുമല്ലോ റബ്ബേ, എൻ്റെ ഭാര്യയുടെ പ്രാർത്ഥന പോലും എനിക്ക് കിട്ടാത്ത അവസ്ഥ വരുമല്ലോ എന്ന് ഞാൻ കരുതി. എന്താ ചെയ്യുക, ഞാൻ ഓരോതിലങ്ങനെ പെട്ടുപോയി. അതെ, ഒരിക്കലും അതിലൊന്നും പെടരുതെന്ന് വിചാരിച്ചാണ്. പക്ഷെ എന്ത് ചെയ്യും പഠിച്ചോനെ, എന്നെ നേർവഴിയിലേക്ക് നയിക്കാനിട്ടല്ല, പക്ഷെ ഞാനത് എല്ലാം ലംഘിച്ച് കൊണ്ട് നടക്കും. നീ എന്നോട് ക്ഷമിക്കണം, നിനക്ക് വേണ്ടി എന്തും ഞാൻ ചെയ്യാൻ തയ്യാറാണ്. പക്ഷേ ഇക്ക, ഒന്നും വേണ്ട, നിങ്ങൾ മനസ്സമാധാനത്തോടെ നിന്നാൽ മാത്രം മതി, എനിക്ക് വേറൊന്നും വേണ്ട. അത് പിന്നുണ്ടല്ലോ, പ്രാർത്ഥിക്കണം. 2 ദിവസം കഴിഞ്ഞാൽ ഷമ്മാസ് വന്നതുകൊണ്ട് മാത്രമാണ് എനിക്ക് ജാമ്യം കിട്ടിയത്. ഇക്കനെ അവിടുന്ന് അവരെന്തെങ്കിലുമൊക്കെ ചെയ്തോ? എന്താ ചെയ്യുക, പോലീസുകാരെ കയ്യിൽ കിട്ടിയാൽ പിന്നെ ഇപ്പം എന്തായിരിക്കും അവസ്ഥ? അത് നമ്മൾ തെറ്റുകാരാണോ അല്ലേ അതൊന്നും അവരറിയില്ലല്ലോ. അതെ, അവർക്കൊരു പരാതി കിട്ടി കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അവർ അതതിൻ്റെ നല്ലോണം വേദനിച്ച ഇക്കാക്ക് അതൊന്നും സാരല്ലടി. പക്ഷേ ഞാൻ ചെയ്ത തെറ്റുകൾക്ക് ഇതൊരിക്കലും പകരമാകില്ല. എനിക്ക് പടച്ച റബ്ബിലേക്ക് മടങ്ങണം. അതെ, ഒരുപാട് എൻ്റെ ജീവിതത്തിൽ തെറ്റ് കുറ്റങ്ങൾ ചെയ്ത പാപിയാണ്, ദോഷിയാണ് ഞാൻ. അതുകൊണ്ട് തന്നെ അള്ളാഹുലേക്ക് മടങ്ങണം ഇൻഷാ അല്ലാഹ്, എനിക്ക് സന്തോഷമായിക്ക. എന്നാൽ അതാ അവൾ പടച്ച റബ്ബിനോട് ദുആ ചെയ്തു, അള്ളാഹുവേ, എനിക്ക് എൻ്റെ ഭർത്താവിനെ നീ തിരിച്ചു തന്നല്ലോ, പക്ഷെ 2 ദിവസം കൊണ്ട് വീണ്ടും പോകുമല്ലോ. നീ കരയല്ലേ പെണ്ണേ, ഇൻഷാ അല്ലാഹ് തിരിച്ചു വരാം, എല്ലാ ശിക്ഷയും എല്ലാം കഴിഞ്ഞ്. കാരണം എൻ്റെ പേരിലുള്ള കേസ് അതെ പീഡിപ്പിച്ചു, ഗർഭിണിയാക്കി എന്നുള്ളതൊക്കെയാണ്. എന്താ ചെയ്യുക മനസ്സിനുള്ളിൽ വിഷമമുണ്ട്. സാരല്ല, പഠിച്ചോനല്ലേ വലുത്, എൻ്റെ തിരിച്ചു വന്നല്ലോ, അത് മാത്രം മതി എനിക്ക്. എന്നാൽ ഈ സമയം അതാ പുത്തൻ വീട് തറവാട്ടിലേക്ക് ഫൈസൽ വിളിക്കുന്നു. ഹലോ ഉമ്മ, ഈദ് മുബാറക്. മോനെ, എന്താ ഉമ്മാൻ്റെ കണ്ണും മോറൊക്കെ വല്ലാണ്ടായിരിക്കുന്നല്ലോ. പൊന്നും മോനെ, റമളാൻ പോയ സങ്കടമാണടാ. ഉമ്മ എന്തായാലും സന്തോഷിക്ക് മോനെ. അല്ല, എവിടെ മുംതാസ് എവിടെ? ഉമ്മ, അവരിപ്പോൾ ഒന്ന് പെരുന്നാളൊക്കെ ആയതുകൊണ്ടേ വലിയ ആഘോഷത്തിലൊക്കെ തന്നെയാണ്. അവർ എന്തൊക്കെ സ്പെഷ്യൽ കാര്യങ്ങളൊക്കെ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഉമ്മയും മോളൊക്കെ. മോനെ, ഉമ്മാൻ്റെ കുട്ടീൻ്റെ ഉമ്മ വിഷമിക്കല്ലേ, അവളിവിടെ ഉണ്ടല്ലോ, കല്യാണമൊക്കെ എൻഗേജ്മെൻ്റ് കഴിഞ്ഞതല്ലേ, പിന്നെ എന്താ ഉമ്മ, ഒരു നിക്കാഹിൻ്റെതല്ലേ ഉള്ളൂ. അത് ഇൻഷാ അല്ലാഹ് വൈകാതെ. നിങ്ങളെന്നാ വരിക? നമുക്ക് ഒരുമിച്ച് ഇവിടെ തന്നെ ആക്കാലോ. അത് ആയിഷമ്മയുടെ മനസ്സിൻ്റെ ഉള്ളിൽ പല ചിന്തകൾ വന്നു. റബ്ബേ, എല്ലാ ഭാഗം കൂടി നോക്കുമ്പോൾ വല്ലാത്ത വിഷമാണ്. കാരണം ഒരു ഭാഗത്ത് സൗദിയുടെ കുടുംബം, ഒരു ഭാഗത്ത് സത്താറിൻ്റെ കുടുംബം. കാരണം അവനെങ്ങാനും ജയിലിലേക്ക് പോയി കഴിഞ്ഞാൽ ആ ഒരു പെണ്ണിനെയും അനാഥമാക്കരുത്, ആ മക്കളെയും അവർ ഏറ്റെടുക്കണം എന്നുള്ള ചിന്തയാണ് ആയിഷമ്മക്കുള്ളത്. അതുപോലെ തന്നെ ഷമ്മാസ്
എന്നോട് പറഞ്ഞിട്ടുണ്ട്. അത് സൗദിയുടെ കുടുംബത്തിന് ഒരു വീട് നമ്മളെ തോട്ടത്തിൽ തന്നെ ഒരു ഭാഗത്തായിട്ട് ഒന്നുണ്ടാക്കി കൊടുക്കണം എന്നുള്ളത്. എന്നാൽ പിന്നെ സൗദക്കും വേണമെങ്കിൽ ഇടയ്ക്കും ഒന്ന് ഉമ്മാൻ്റെ അടുത്തേക്കും പലയിടത്തേക്കും പോകാമല്ലോ. കാരണം പെറ്റ തിളൻ്റെ അടുത്തേക്ക് ഏതായാലും പോകാൻ പറ്റൂല. അവരെ സ്വഭാവം കാട്ടിക്കൂട്ടലും അങ്ങനെയാണ്. എന്തായാലും പഠിച്ചോനെ ഓളെ ബാപ്പയും ഓളെ ഉപ്പാൻ്റെ രണ്ടാം ഭാര്യയും ഒക്കെ നല്ല സ്നേഹത്തിലായിരുന്നു വലിയത്. മറ്റേത് അവളാകെ വിഷമിച്ചിരുന്നു. ഏതായാലും റബ്ബേ തെറ്റൊന്നും ചെയ്തിട്ടില്ല സൗദ എന്നറിഞ്ഞപ്പോൾ മനസ്സിൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു റാഹത്ത്. കാരണം ആ കല്യാണത്തിന് തലേന്ന് ഓൾ ഇറങ്ങിപ്പോന്നു എന്നൊക്കെ അറിഞ്ഞപ്പോൾ റബ്ബേ എൻ്റെ നവാസ് ആകെപ്പാടെ ഇടങ്ങാറായിരുന്നു. പഠിച്ചോനെ എന്താ ഞാൻ കെട്ടുന്ന പെണ്ണുങ്ങളൊക്കെ എങ്ങനെയെന്ന് വിചാരിച്ചിട്ട്. ഏതായാലും സൗദ നല്ല മോളാണ്, തെറ്റുകളൊന്നും ഓൾ ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം അത് ആയുഷമ്മക്ക് ബോധ്യമായപ്പോൾ കൂടുതൽ സ്നേഹം അവളോടായിട്ട് തോന്നുകയാണ്. എന്നാൽ സൗദയാണെങ്കിൽ വീട്ടിലെത്തിയത് മുതൽ വീട്ടിലെ ജോലികൾ ചെയ്യുന്ന തിരക്കിലാണ്. പൊന്നു മോളെ ഈ പെറ്റിച്ചിട്ട് അതിനത്ര ആയിട്ടില്ലല്ലോ, ദയവായി ഇജിപ്പോൾ ഒന്നും എടുക്കല്ലേ. അതെ നമുക്ക് ഏതായാലും നോമ്പാണ് കഴിഞ്ഞിട്ട് നമുക്ക് ഒത്താച്ചിനെ വിളിച്ചുകൊണ്ട് നല്ലോന്നുണ്ട് ഒഴിഞ്ഞു കുളിപ്പിച്ചണം അത് വിചാരിച്ച് നിൽക്കുകയാണ് ഞാൻ. അതിപ്പോൾ ദിവസമായത് കാര്യമാക്കണ്ട. കാരണം ചിലർക്ക് ഓപ്പറേഷൻ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പോത്ത് കഴിഞ്ഞാൽ പിന്നെ എന്താ കുറേ കഴിഞ്ഞതിൻ്റെ ശേഷം തന്നെ ഈ കാരം. ഇനിയിപ്പോൾ 40 കഴിഞ്ഞതിൻ്റെ ശേഷമാണെങ്കിലും 60 കഴിഞ്ഞതിൻ്റെ ശേഷമാണെങ്കിലും ഒന്നുകൊണ്ട് ഒഴിഞ്ഞു കുളിപ്പിച്ചിട്ട് ഇപ്പോൾ ഒന്നും വരാനില്ല. ശരീരത്തിന് നല്ല ആരോഗ്യം കിട്ടുള്ളൂ. ഏതായാലും എന്നാൽ ഉമ്മ അത് പറയുമ്പോൾ അവൾ ഒരു നിമിഷം ഉമ്മ അതൊന്നും വേണ്ടമ്മ, ഇത്ര ദിവസമായില്ലേ, എന്തായാലും ശരീരത്തിന് ആരോഗ്യം നമ്മൾ നോക്കണം. എൻ്റെ അമ്മ പണ്ട് പറയുന്നു തടി ഉണ്ടെങ്കിൽ കലീബായും പോകാമെന്ന്. കാരണം എന്താ തടിക്ക് ആരോഗ്യം ഉണ്ടായിക്കഴിഞ്ഞാൽ എങ്ങനെയും പോകും. നമ്മൾ ഈ പെറ്റെടുക്കുന്ന നേരത്തെ ഒന്നിനും ശ്രദ്ധിക്കാതെ നമ്മളിങ്ങനെ മാണ്ടമാരി കാട്ടിക്കൂട്ടും. പിന്നെ ഊരവേദന കാല് വേദന എന്നിട്ട് കാര്യമില്ല, പിന്നെ നോക്കാൻ ആളുണ്ടാവില്ല. അപ്പോൾ ഇതാ പെറ്റൊക്കെ എടുക്കുമ്പോൾ നല്ല ഒഴിഞ്ഞു കുളിപ്പിച്ച് നോക്കന്നെ വേണം. അതാണ് എൻ്റെ ഒരു അഭിപ്രായം. ആയിഷുമ്മ അതേ തീരുമാനത്തിൽ തന്നെ ആയിരുന്നു. എന്നാൽ സൗദക്ക് വല്ലാത്ത ആശ്വാസമായി. റബ്ബേ പുത്തൻ വീട് തറവാട്ടിലെത്തിയപ്പോഴാണ് വല്ലാത്ത സന്തോഷവും സമാധാനം വന്നത്. എന്തിനു വേണ്ടിയിട്ടായിരുന്നു ഞാനിവിടുന്ന് ഇറങ്ങിപ്പോയത് റബ്ബേ, എൻ്റെ ഒരു ബുദ്ധിമോശം അല്ലാ. എന്നാൽ തൻ്റെ പ്രിയപ്പെട്ട ഉപ്പയൊക്കെ കാണാൻ പറ്റുന്നുണ്ടല്ല, അതും വലിയൊരു ആശ്വാസം തന്നെയാണ്. എന്നാൽ സൗദിയുടെ മനസ്സിലുണ്ടായിരുന്നു അവരുടെ ആ ചെറിയ അനിയത്തിമാർ. സൗദക്ക് അവരുടെ കാര്യം ആലോചിക്കുമ്പോൾ ടെൻഷനുണ്ട്. പക്ഷേ അങ്ങോട്ടെങ്ങാനും കുട്ടികളെ കാണാൻ എന്തിനേയും ചെന്ന് കഴിഞ്ഞാൽ പിന്നെ നിൽക്കേണ്ടി വരില്ല. ചുരുക്കി പറഞ്ഞാൽ കുഞ്ഞിക്കതിയെ എല്ലാവർക്കും ഭയം എന്ന് തന്നെ പറയാം. പഠിച്ചോനെ എൻ്റെ ഉമ്മ മാത്രം എന്താ ഇങ്ങനെയായിപ്പോയി പലപ്പോഴും അവൾ ചിന്തിക്കാറുണ്ട്, ചിന്തിച്ച് കണ്ണീർ വാർക്കാറുണ്ട്. എന്നാൽ ഈ സമയം പുത്തൻ വീട് തറവാട്ടിൽ നാളേക്കുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ സമയം സമീറിയെയും ഉസ്താദിനെയും വിളിച്ചിട്ടുണ്ട്. അതെ, നാളെ അവിടെ ഒന്നും ഉണ്ടാക്കാൻ നിൽക്കണം, നേരത്തെ കാലത്ത് ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ട്. എന്നാൽ ഈ സമയം പുത്തൻ വീട് തറവാടിൻ്റെ ആ വലിയ വീടിൻ്റെ മുറ്റത്ത് ശാന്തമായൊരു രാത്രിയിൽ അത് ആയിഷമ്മ പുറത്തേക്ക് നോക്കിയിരുന്നു. റബ്ബേ ഇന്നലെ നേരം തറാവീൻ്റെ സമയമായിരുന്നല്ലോ. എന്നാൽ ആയിഷമ്മ വിചാരിച്ചു റബ്ബേ അല്ലാ റമദാൻ എത്രയോ പെട്ടെന്ന് കഴിഞ്ഞു പോയി റബ്ബേ, എത്ര എളുപ്പമാണ് വന്ന് പോയത്. കയ്യിൽ തസ്ബീഹമാല ഓരോ ദുആയും ഹൃദയം നിറഞ്ഞുകൊണ്ട് അവർ ആകാശത്തേക്ക് നോക്കുന്നു. എനിക്കിതുപോലെ റമദാൻ ഇനി കിട്ടുമല്ല, എനിക്കിത് കിട്ടുമോ? കണ്ണുനീർ നനഞ്ഞ മുഖം. അതെ, പിന്നിൽ നിന്ന് ശബ്ദം കേൾക്കുന്നു. ഉമ്മ എന്തോ ഉമ്മ ഇങ്ങനെ ഒറ്റക്ക് തിരിക്കുന്നത്? ആ മോനെ എന്തിവിടെ നിന്നിരിക്കുന്നത്? ആയിഷുമ്മ റമദാൻ പിരിഞ്ഞു പോയല്ലോ മോനെ. അപ്പോൾ പിന്നെ എന്താ അറിയില്ല, മനസ്സൊക്കെ വല്ലാത്തൊരു. ഷമ്മാസ് ഉമ്മയുടെ അരികിലേക്ക് എന്നു. ഉമ്മ പെരുന്നാളല്ലേ നാളെ, നമ്മുടെ വീട്ടിലെല്ലാവരും വരും, സന്തോഷിക്കണം. ഉമ്മാക്ക് ചെറിയൊരു പുഞ്ചിരി മനസ്സിലേക്ക് വന്നു. മോനെ അതങ്ങോട്ട് ഉൾക്കൊള്ളാൻ അങ്ങോട്ട് കഴിയണില്ല. എന്തായാലും പടച്ച റബ്ബുണ്ടോ അല്ലേ മേലെ. ഉമ്മ നിങ്ങളൊന്നുകൊണ്ട് വിഷമിക്കല്ലേ, എല്ലാം ശരിയാകും. എന്നാൽ പുത്തൻ വീട് തറവാട്ടിൽ അത് തലേന്ന് തന്നെ നല്ല തിരക്ക് തന്നെയാണ്. പണിക്കാരുണ്ട്, ബന്ധുക്കൾ, നാട്ടുകാർ എല്ലാവരും എത്തുന്നു. കാരണം നല്ലൊരു പെരുന്നാൾ പാർട്ടി തന്നെയാണ് ആയിഷുമ്മ അവിടെ ഉദ്ദേശിക്കുന്നത്. എന്നാൽ ഷമ്മാസിനോട് ഉമ്മ പറയുന്നു, മോനെ ഷാമോനെ അല്ല പെരുന്നാളൊക്കെ ആയിട്ട് എന്താണ് സ്പെഷ്യലായിട്ട് ഫുഡ് ഉണ്ടാക്കേണ്ടത്? ഉമ്മ സാധാരണ രീതിയിൽ മന്തി ബിരിയാണി അത് രണ്ടും വേണം, ആളുകൾക്ക് ഇഷ്ടമുള്ളത് കഴിക്കട്ടെ. പിന്നെ 2-3 ഐറ്റംസ് പായസം വേണം, പിന്നെ ഡ്രിങ്ക്സ് എന്തെങ്കിലും ചൂടൊക്കെ ആകുമ്പോഴത് വേണം. ആയിക്കോട്ടെ എല്ലാം വേണം, ആരും വിശന്ന് പോകരുത്. ഷമ്മാസ് ഫോൺ എടുത്തു. ഉമ്മ ഞാൻ പറഞ്ഞിട്ടുണ്ട്
ആം, അതായത് പെരുന്നാളിന് വീട്ടിൽ ചോറൊന്നും വെക്കണ്ട, പുത്തൻ വീട്ടിലേക്ക് വന്നാൽ പോരെ എന്ന് ആയിഷുമ്മ പറഞ്ഞു. അപ്പോൾ എല്ലാവരും വരും അല്ലേ? ഞാനും മോനെ പറഞ്ഞിരുന്നു. ഏതായാലും വല്ലാത്ത സന്തോഷം. എന്നാൽ അടുക്കളയിലെ ഒരു ആകാശം പോലെയാണ് അവിടെ നടക്കുന്നത്. വലിയ പാത്രങ്ങളിൽ മന്തിക്കുള്ള ചിക്കനും കാര്യങ്ങളുമെല്ലാം സെറ്റാക്കുന്ന ഒരു ടീം. എന്നാൽ ബിരിയാണിയുടെ മണവും മുഴുവനും വീടും ശരിക്കും നിറയുന്നു. ബിരിയാണിയുടെ കാര്യങ്ങൾ റെഡിയാക്കാൻ മറ്റൊരു ടീം. അങ്ങനെ സ്ത്രീകൾ ഒത്തുചേർന്ന് ചില ആളുകൾ പായസം ഉണ്ടാക്കുന്നു, പലഹാരങ്ങൾ തയ്യാറാക്കുന്നു, സലാഡുകൾ, ജ്യൂസുകൾ എല്ലാം റെഡിയാക്കുന്ന തിരക്കിലാണ്. ഐഷുമ്മ എല്ലാം ഓടി നടന്നു കണ്ടു. മക്കളെ, എന്ത് ആവശ്യമുണ്ടെങ്കിലും പറയട്ടോ. പിന്നെ നിങ്ങൾ കുഴങ്ങുകയാണെങ്കിൽ ക്ഷീണിക്കുകയാണെങ്കിൽ അവിടെ ഇരിക്കണം കേട്ടോ, ഒരിക്കലും തളരരുത് കേട്ടോ. അങ്ങനെ അത് നാളത്തെ ആ ഒരു മനോഹര പെരുന്നാളിന് വേണ്ടിയിട്ട് നമ്മുടെ പുത്തൻ വീട് തറവാട് ശരിക്കും ഒരുങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. എന്നാൽ അതാ ഉമ്മയോട് ഷമ്മാസ് പറഞ്ഞു, ഉമ്മ, റമദാൻ പോയെങ്കിലും ഇതുപോലുള്ള ആളുകൾ സന്തോഷത്തോടെ കൂടി കൂടിയിരിക്കുമ്പോഴേ അതുമ്മ ഒരു യഥാർത്ഥ പെരുന്നാൾ ആണ്. അതേ മോനെ, ഇതാണ് യഥാർത്ഥ പെരുന്നാൾ. എല്ലാവരും കൂട്ടുകുടുംബങ്ങളൊക്കെ കൂടി നല്ല രീതിയിൽ റാഹത്തോടു കൂടെ സന്തോഷിക്കുക. ഇതന്നെ പൊന്നു മോനെ പെരുന്നാൾ. എന്നാൽ ഈ നിമിഷവും ഐഷുമ ദുആ ചെയ്യണം, റബ്ബേ ഈ വീട്ടിൽ നീ സന്തോഷം എന്നും നിലനിർത്തി തരണേ അല്ലാ. ഇതുപോലെ എല്ലാവരും ഒരുമിച്ച് കൂടുന്ന നിമിഷങ്ങൾ റഹ്മാനെ എന്നും ഉണ്ടാണേ അല്ലാ. ഐഷുമ്മ ഹൃദയം പൊട്ടി ദുആ ചെയ്യുകയാണ്. എന്തൊക്കെ തന്നെയാലും ഒരുപാട് സന്തോഷമുണ്ട്. അതെ, വേദനിക്കുന്നവരും വിഷമിക്കുന്നവരും ഒന്നും ഉണ്ടാവാൻ പാടില്ല. എല്ലാവരും നല്ല രീതിയിൽ സന്തോഷത്തോടു കൂടി തന്നെ ജീവിക്കണം. അതുമാത്രമായിരുന്നു നമ്മുടെ ഐഷുമ്മയുടെ മനസ്സിൽ. അല്ലാ റബ്ബേ നീ കാക്ക്. അങ്ങനെ പെരുന്നാളിനുള്ള ഫിത്ർ സക്കാത്ത് അരിയും കാര്യങ്ങളും വിതരണങ്ങളും എല്ലാം പുത്തൻവീട് തറവാട്ടിൽ കഴിഞ്ഞു. പെരുന്നാൾ പുലരിയെ വരവേൽക്കുവാൻ വേണ്ടി പുത്തൻവീട് തറവാടും ഒരുങ്ങിക്കഴിഞ്ഞു. എന്നാൽ അന്ന് ഉസ്താദ് പ്രത്യേകമായി പറഞ്ഞിരുന്നു, അതെ, പെരുന്നാൾ നിസ്കാരം എന്നത് ആണുങ്ങൾക്ക് മാത്രമുള്ളതല്ല അല്ല, വീട്ടിൽ നിന്ന് സ്ത്രീകൾ നിസ്കരിക്കുക എന്തൊക്കെ തന്നെയാലും നല്ല പ്രതിഫലം കിട്ടുന്ന കാര്യമാണ്, ആരും നഷ്ടപ്പെടുത്തരുത്. റമദാൻ എന്ന മഹത്തായ മാസത്തിനു ശേഷം അള്ളാഹു നമ്മൾക്ക് നൽകുന്ന വലിയൊരു സമ്മാനമാണ് പെരുന്നാൾ. റമദാൻ്റെ ആ ഒരു സഹനം, ത്യാഗം, പാപമോചനം എല്ലാം കൂടി കഴിഞ്ഞ് നമ്മൾ പെരുന്നാളിലേക്ക് പ്രവേശിക്കുമ്പോൾ വിജയത്തിൻ്റെ ദിനം എന്ന് തന്നെ അതിനെ വിശേഷിപ്പിക്കാം. റമദാൻ മുഴുവൻ നോമ്പ് പോലെ ചേർക്കുള്ള പ്രതിഫല ദിനമാണ് പെരുന്നാൾ. ഇത് വിരുന്നിൻ്റെയും സന്തോഷത്തിൻ്റെയും മാത്രം ദിനമല്ല, ആരാധനകളുടെ തുടർച്ചയുമാണ്. അതെ, തറാവീഹ് ഇതുവരെ നമസ്കരിച്ച് പെട്ടെന്ന് നിസ്കരിക്കാതിരിക്കുമ്പോൾ മനസ്സിൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു വിഷമമുണ്ടാവും അല്ലേ? ഇനി ഇൻഷാ അല്ലാഹ് അടുത്ത വർഷം ആയിട്ട് വേണ്ടേ എന്നുള്ളത്. എന്തൊക്കെ തന്നെയാലും നിങ്ങളുടെ വീട്ടിലുള്ള സ്ത്രീകളോടും നമസ്കരിക്കുവാൻ വേണ്ടി പറയണം. അതുമാത്രമല്ല, റമദാനിൻ്റെ പൂർത്തീകരണത്തിൻ്റെ ഭാഗം തന്നെയാണ് നമ്മുടെ പെരുന്നാളും. ഏറ്റവും കൂടുതൽ പുണ്യം കിട്ടുന്നത് ജമാഅത്തായിട്ട് നമസ്കരിക്കുന്നതാണ്. എന്നാൽ പെരുന്നാൾ നിസ്കാരത്തിന് ശേഷമുള്ള ദുആ വളരെയധികം ശക്തമായൊരു ദുആയാണ്. അതായത് പെട്ടെന്ന് ഉത്തരം ലഭിക്കുന്ന ദുആ. എല്ലാവരും ഒരുമിച്ച് നമസ്കരിച്ച് ദുആ ചെയ്യുമ്പോൾ അതിന് പ്രത്യേകമായിട്ടൊരു പ്രതിഫലം ഉണ്ടാകും. എന്നാൽ ഈദ്ഗാഹുകൾ വെറും മസ്ജിദിൽ മാത്രമല്ല, തുറസായ മൈതാനത്തെ ഒരുമിച്ച് നിൽക്കുന്നത് പോലെ മുസ്ലിങ്ങളുടെ ഐക്യം കാണിക്കുന്നതിന് വേണ്ടിയുള്ളത് കൂടിയാണ് അത്. എൻ്റെ പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയാനുള്ളത്, പുരുഷന്മാർ നിർബന്ധമായും പോകണം. സ്ത്രീകൾക്ക് പോകാൻ പ്രോത്സാഹനമുണ്ട്. ഈദ്ഗാഹുകളിലൊക്കെ പോയി നിസ്കരിക്കാൻ കുഴപ്പമില്ല. എന്നാൽ കുട്ടികൾക്കും ഇത് പഠിക്കുവാൻ ഒരു അവസരമാണ്. അതുകൊണ്ട് എല്ലാ മക്കളും ഇത് പ്രാക്ടീസ് ചെയ്യണം പെരുന്നാൾ നമസ്കാരത്തിന് വേണ്ടിയിട്ട്. പിന്നെ ഒരു കാര്യം കൂടെ പറയാനുണ്ട്. പെരുന്നാൾ നമസ്കാരത്തിന് മുമ്പേ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ. നല്ല രീതിയിലൊന്ന് കുളിക്കുക, നിയ്യത്ത് ചെയ്യാൻ മറക്കരുത്. നല്ല വസ്ത്രം ധരിക്കുക, അത്തർ പുരട്ടുക. ചെറിയ പെരുന്നാൾ നിസ്കാരത്തിന് മുമ്പ് ഭക്ഷണം കഴിക്കുക. നിസ്കരിക്കാൻ പോകുന്നതിന് മുമ്പ് കഴിക്കണം കേട്ടോ. പിന്നെ നേരത്തെ പോകുക. തക്ബീറുകൾ ധാരാളം ചൊല്ലുക. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. നിസ്കാരത്തിന് ശേഷം എല്ലാവരും ദുആ ചെയ്യുക, പരസ്പരം ആശംസിക്കുക, ഈദ് മുബാറക്ക് പറയുക, ബന്ധങ്ങൾ പുതുക്കുക. ആ സമയത്തും ദരിദ്രതയെ നമ്മൾ മറക്കരുത്. അതെ, സക്കാത്ത്, ഫിത്ർ സക്കാത്ത് നമ്മൾ കൊടുക്കുക ആ ഒരു സമയത്ത്. എന്നാൽ
നമ്മൾ അപ്പോഴും പാവങ്ങൾക്കും ക്യാഷ് കൊടുക്കുക, ദാനധർമ്മങ്ങൾ വർദ്ധിപ്പിക്കുക. എന്തൊക്കെ തന്നെയാലും റമദാൻ നമ്മെ മാറ്റി നിർത്തി അല്ലേ? റമദാൻ നമ്മിൽ നിന്ന് പോയി. പെരുന്നാൾ നിസ്കാരം ആ മാറ്റം നിലനിർത്താൻ നമ്മളെ സഹായിക്കുന്നു. ഒരു ദിവസം മാത്രമല്ല, ജീവിതം മുഴുവൻ നല്ലവരായി തുടരാൻ നമ്മൾ ശ്രമിക്കണം. അള്ളാഹു നമ്മളെ എല്ലാവരുടെയും നോമ്പും നമസ്കാരവും എല്ലാം സ്വീകരിക്കട്ടെ. ഉസ്താദിൻ്റെ പ്രഭാഷണം കേട്ട് എല്ലാവർക്കും സന്തോഷമായി. അങ്ങനെതാ പുത്തൻ വീട് തറവാട് പുതിയൊരു പെരുന്നാളിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ലൈറ്റുകളും തോരണങ്ങളും കൊണ്ട് അവിടമാകെ അലങ്കരിച്ചിരിക്കുന്നു. ചെറിയ പെരുന്നാളിനെ വരവേൽക്കുവാൻ വേണ്ടി പുത്തൻ വീട് തറവാട് അതിമനോഹരമായി അണിഞ്ഞൊരുങ്ങി. എല്ലാവരും ഉറ്റുനോക്കുന്നതും അവിടേക്ക് തന്നെയാണ്. എന്തൊക്കെ തന്നെയാലും ഇൻഷാ അല്ലാ നമുക്ക് പുത്തൻ വീട് തറവാടിൻ്റെ ബാക്കി കഥകൾ നാളെ ഇൻഷാ അല്ലാ കേൾക്കാം. എൻ്റെ പ്രിയപ്പെട്ട എല്ലാ കൂട്ടുകാർക്കും ഈദ് മുബാറക്ക്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിലെല്ലാം ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.